സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിലെ വിശുദ്ധ പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായനകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, എനിക്ക് നൽകപ്പെട്ട ദൈവിക കൃപാവരം അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അതിന്മേൽ അടിസ്ഥാനമിട്ടു, വേറൊരുവൻ അതിന്റെ മേലെ ഈ അടിസ്ഥാനത്തിന്മേൽ പണിയുകയും ചെയ്തു. താൻ എപ്രകാരമാണ് പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവമായിട്ട് ചിന്തിക്കട്ടെ എന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വചനഭാഗം പൗലോസിൽ എഴുതുമ്പോൾ താൻ ഒരു സഭാ സമൂഹത്തിന് അടിസ്ഥാനമിട്ടതിനെ കുറിച്ചായിരിക്കണം പൗലോസിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ലേഖനഭാഗവും നമ്മുടെ ആത്മീയ ജീവിതവും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ലേഖനഭാഗം അല്ലെങ്കിൽ ഈ വചനഭാഗം നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ മാമോദീസ എന്ന് പറയുന്ന ഒരു കൂദാശയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഈശോ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള ഒരു അടിസ്ഥാനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഈശോയാകുന്ന ഒരു അടിസ്ഥാനം നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. പൗലോസിലെ പറയുകയാണ്, ഈ അടിസ്ഥാനത്തിന് മേലെ ഇനി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പണിതുയർത്താം. പൗലോസിലെ പറയുന്നത് പോലെ സ്വർണമോ വെള്ളിയോ രത്നമോ തടിയോ പുല്ലോ വൈക്കോലോ വെച്ച് നിങ്ങൾക്ക് അതിന്മേൽ പണിതുയർത്താം. പക്ഷെ എന്തുണ്ടാകും? വിധി ദിനത്തില് ഇതിന് ഒരു പരീക്ഷണം വരും അല്ലെ. പരീക്ഷണം എന്താണ്? അഗ്നിയാൽ ഇത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി വെളിവാക്കപ്പെടും. ഈ അഗ്നി വരുന്ന സമയത്ത് അഗ്നിക്ക് ശേഷം നിലനിൽക്കുന്നത് എന്തോ അത് സമ്മാനിതരാകും, അഗ്നിയിൽ ചാരമായി പോകുന്നതെല്ലാം ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ അവമാനിതരാകും എന്നൊക്കെ പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം വായിച്ച് കഴിയുമ്പോൾ എന്റെ ആത്മീയ ജീവിതം ഞാൻ എങ്ങനെയാണ് കെട്ടിപ്പടുക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈശോയാകുന്ന അടിസ്ഥാനം മാമോദീസ എന്ന് പറയുന്ന കൂദാശയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിന് മേലെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നത്? അത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ടോ, അതോ വളരെ ലാഘവ ബുദ്ധിയോടെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തെ കാണുന്നത്? പൗലോസിലെ ആഗ്രഹിക്കുന്നത് പോലെ, നമ്മളെ ഉപദേശിക്കുന്നത് പോലെ ആത്മീയ ജീവിതം ഇത്തിരി കൂടി ഉഷാറായിട്ട്, ഇത്തിരി കൂടി പക്വതയോട് കൂടിയിട്ട്, ഇത്തിരി കൂടി തീക്ഷ്ണതയോട് കൂടിയിട്ട് കെട്ടിപ്പടുക്കാനായിട്ടുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്